ക്ഷണിക്കുന്നു. നമ്മുടെ മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് മരണപ്പെട്ടതുകൊണ്ട് നമ്മുടെ MP ബഷീറാക്കക്ക് അങ്ങോട്ട് പോകാനുള്ളത് കൊണ്ട് ആദ്യമായിട്ട് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് ടി ബഷീറാക്ക സംസാരിക്കുന്നു. നമ്മുടെ ഈ നാടിനെ പാർലമെൻറ്റിൽ പ്രതിദാനം ചെയ്യുന്ന ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മോടൊപ്പം എന്നും കൂടെയുള്ള ബഷീറാക്കയെ ഈ ക്ഷണിക്കുകയാണ്. സാഹിത്യോത്സവിനെ അഭിസംബോധന ചെയ്യുന്നു ബഹുമാന്യരായ ET മുഹമ്മദ് ബഷീർ MP ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഈ ഡയസിലിരിക്കുന്ന SSFിൻ്റെയും അതിൻ്റെ മാതൃസംഘടനയുടെയും എല്ലാം സമുന്നതരായ പണ്ഡിതന്മാരെ, അധ്യക്ഷൻ, നമ്മുടെ ഈ പ്രമേയത്തെപ്പറ്റി സംസാരിക്കുന്ന മറ്റ് വ്യക്തികൾ എല്ലാവരും ഇവിടെയുണ്ട്. അതോടുകൂടി തന്നെ നമ്മുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അതിഥി ശ്രീ പരകാല ഡോക്ടർ പ്രഭാകരൻ, അങ്ങനെ എല്ലാവരും ഒത്തുകൂടിയ ധവളിമയാർന്നൊരു സദസ്സാണിത്. ഞാൻ തീരെ സംസാരിക്കുന്നില്ല. സംസാരിക്കാനുള്ള രണ്ട് കാരണം. ഒന്ന്, പണ്ഡിതോചിതമായി കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ആലിമ്യങ്ങൾ ഇവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ സാഹിത്യോത്സവത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്ന, അതിൽ മത്സരിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും സമ്മാനങ്ങൾ വാങ്ങുന്ന കുട്ടികളും ചെറിയ പ്രായമാണെങ്കിൽ തന്നെയും അവരും വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ ഈ സദസ്സിൽ നമ്മുടെ കുട്ടിയാമൻ സാഹിബിൻ്റെ ഒരു മരണം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അതവിടെ മയ്യത്തെടുക്കൽ മാലിക നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉണ്ടാവുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനെ കാത്തിരിക്കുകയാണ്. ആ കുട്ടി വന്നാൽ ഉടനെ തന്നെ മയ്യത്തെടുക്കും. അത് സർവസ്കാരം അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ വിശിഷ്ടാതിഥിയെ കൂടി നിർത്തി രണ്ട് വാക്ക് വേഗം പറഞ്ഞു പോകുന്നത്. അൽഹംദുലില്ലാഹ് നല്ലൊരു ആശയമാണിത്. കുട്ടികളിൽ പല തരത്തിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ അറിയുന്നില്ല. നമ്മളറിയാത്ത കഴിവുകൾ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു സംരംഭമാണ് ഇത്. ഞാൻ SSFിൻ്റെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രസിദ്ധീകരണങ്ങൾ വായിക്കാറുണ്ട്. ഏറ്റവും ഭാവനയോട് കൂടിയുള്ള പരിപാടികൾ ഭംഗിയായി സംവിധാനം ചെയ്യുന്ന നല്ലൊരു പ്രസ്ഥാനമായി ഞാൻ SSFിനെ കാണുകയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്നെ ആകർഷിച്ച ഒരു സംഗതിയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഓരോ വിധം കഴിവുകളാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും എല്ലാ കഴിവുകളും കൊടുക്കുന്നില്ല. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ കഴിവുകളെ പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ ധാരാളമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മളെ അല്ലാഹു തആല ചില സംഗതികളിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നൊരു സംഗതിയുണ്ട്. അതെന്താണ്? നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ അറിയുന്ന ആളുകളാണ്, വലിയ പാണ്ഡിത്യമുള്ളവരാണ്, നമ്മളെല്ലാം എല്ലാമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഉദാഹരണങ്ങളെപ്പറ്റി ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നത് കേൾക്കുമ്പോൾ അറിയാത്തവർ വിചാരിക്കുക എന്താണ് അല്ലാഹു തആല പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൊതുകിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൊതുകിനെ പറ്റി പറയുമ്പോൾ അറിയില്ലാത്തവർ ചോദിക്കും അത്രേ, എന്താണ് അല്ലാഹു തആല നിസ്സാരമായ സംഗതിയെ പറ്റി വിവരമുള്ളവർക്ക് അറിയാം അതിൻ്റെ കാര്യം. അല്ലാഹു എന്തിനാണ് ഈച്ചയെ ഉദാഹരിക്കുന്നത്, കൊതുകിനെ ഉദാഹരിക്കുന്നത്, ചെലന്തി വലയെ ഉദാഹരിക്കുന്നത്, അതുപോലെ തേനീച്ചന് ഉപയോഗിക്കുന്നതിനാണ്? അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുള്ള കഴിവിൻ്റെ അത്ഭുതത്തെ മനസ്സിലാക്കാനും എന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടെന്ന് പറയുന്ന മനുഷ്യൻ്റെ നിസ്സാരതയെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യം നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ ഒരു സംഗതി ചോദിക്കുന്നുണ്ട്. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ അടുത്ത് നിന്ന് ഈച്ച ഒരു സാധനം തട്ടിപ്പറിച്ചു കൊണ്ടുപോയാൽ അത് നിങ്ങളെ കൊണ്ട് തിരിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന ചോദ്യം ചെറിയ കാര്യമല്ല. നമുക്ക് എത്രയോ നേരം ഇരുന്ന് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ പലതരം കഴിവുകൾ നൽകി. പ്രവാചകന്മാരുടെ ഇടയിൽ തന്നെ നിങ്ങൾക്കറിയാം, പല പ്രവാചകന്മാർക്കും പലതരത്തിലുള്ള കഴിവുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്.
അവരിൽ പലതും ഉണ്ട്. അതിനൊന്നും ഞാനിവിടെ നിങ്ങൾക്കറിയാത്ത കാര്യമല്ല, ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പം ആ വിധത്തിൽ പടച്ചവൻ വിവിധ കഴിവുകൾ അള്ളാഹുവിൻ്റെ ദാനമാണ്. ഇവിടെ ഒരിക്കൽ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ കലോത്സവമുണ്ട്. ഞാൻ 7 വർഷം അത് നടത്തിയ ഒരാളാണ്. ആ കലോത്സവത്തിൽ ജയിച്ച ഒരു പെൺകുട്ടീനെ പറ്റിയിട്ട് അന്നത്തെ കമല സുരയ്യ പറഞ്ഞൊരു വാക്കുണ്ട്. ആ കുട്ടീനെ അഭിനന്ദിച്ചിട്ട് പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, സ്വർഗത്തിലെ കുയിലിൻ്റെ സ്വരമുള്ള പെൺകുട്ടി എന്നാണ്. സ്വർഗത്തിൽ കുയിലങ്ങ് മ്യൂസിക് കോളേജിൽ പോയിട്ടുണ്ടോ? സ്വർഗത്തിലെ കുയിലിൻ്റെ സ്വരമാധുരിയെപ്പറ്റി ഈ നാട് കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരി പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമായതുകൊണ്ടാണ്. ജന്മസിദ്ധമായിട്ട് തന്നെ ആ കുട്ടിക്ക് കിട്ടിയ കഴിവിനെ കുറിച്ചാണ്. അങ്ങനത്തെ നല്ല നല്ല കുട്ടികൾ നിങ്ങളുടെ കൂടെയുണ്ട്. മാത്രമല്ല, ഞാൻ തന്നെ ഒരുപാട് അനുഭവിച്ച ആളാണ്. ഞങ്ങൾ വടക്കേ ഇന്ത്യയിലൊക്കെ പോകാറുണ്ട്. വടക്കേ ഇന്ത്യയൊക്കെ പോകുന്ന സമയത്ത് ചില കുട്ടികൾ ഞങ്ങളുടെയും കൂടെ പോകാറുണ്ട്. ഡൽഹിയിലുള്ള അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഒരുപാട് ആളുകളടുത്ത് സംസാരിക്കാനുണ്ട്. എനിക്കാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഹിന്ദി ഉറുദുവിലൊന്നും വലിയ പ്രാവീണ്യം എന്ന് മാത്രമല്ല, എനിക്ക് കാര്യമായിട്ട് അതറിയില്ല. ചെറിയ ചെറിയ വാക്കുകളെ അവർ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവേ ഉള്ളൂ. എന്നാൽ ഇതുപോലെ കുട്ടികളെയും കൂട്ടി ഞങ്ങൾ പോകാറുണ്ട് പലപ്പോഴും പല ജോലിയും. എനിക്ക് കൂടി പറയാനുള്ള കാര്യം ഇവരെ കൂടി ഞാൻ പറയിപ്പിക്കലാണ്. അവർക്ക് എല്ലാ ഭാഷയും അറിയാം, നല്ല കഴിവുകളുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അൽഹംദുലില്ലാഹ് നല്ലത് തന്നെ. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നത്, ഫോർച്യുനേറ്റ്ലി വി ഹാവ് ഗോട്ട് എ ബെസ്റ്റ് ഗസ്റ്റ്. ഡോക്ടർ പ്രഭാകരൻ ഈസ് very, very famous. Famous not only because of his writings or speeches. He is a free and fearless man. He don't fear anybody. He is always frank and free and fearless. Not only that, he is very familiar with everybody, including Keralites. Keralites knows him very well. Sir, you may be knowing that, especially these students, budding generation, they are hardworking, they analyze the politics, they analyze the economics, all kinds of things. So, bold economists, bold leaders who can do threadbare analysis of issues, whether it is in the politics or in the economy, such persons are required in this time. Number one, the entire country is facing the cruelty of fascism. But people used to ask, what is the alternative now? Where all this thing will end up? One thing is sure, you have to maintain hope. It's not only the teaching of any other. Allah subhanahu wa ta'ala also inspired the same thing. Don't be disappointed or the mercy of Allah. Quran repeatedly say that you have to maintain hope. So in that case also, this famous economist, he is already having his own visions and determination on all these things. Nowadays, the economists, journalists, everybody, they try to dance according to the tune of the rollers. He's a man who won't surrender before anybody. Mr. Prabhakaran is bold enough to say what exactly he wants to say. I congratulate him for his good deeds and marvelous performance in the TV and other communication strategies. He's the best. He appeared in the Telugu TV. He analyzed things in a very, very broad-minded way. All these kind of things. I congratulate you. How you got this great gentleman to this meeting? He's such a personality. That shows your talent. Even for bringing Mr. Prabhakaran to this function, that itself shows your credibility and that kind of things. I congratulate you for that. That also. Sir, hearty welcome to my village. I belong to this village. This time I am also elected from this constituency for 3 lakh majority votes. I am quite happy to be with you. I have a desire to be with you, and I am really interested in hearing you. But unfortunately, because of this demise of our leader, I am bound to go now. Anyhow, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നല്ലൊരു അതിനെ കിട്ടി. നല്ല പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, നല്ല കുട്ടികൾ,
അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു സദസ്സാണ്. ഇതിൽ വന്ന് കൂടിയതും സംസാരിക്കുന്നതും ഒക്കെ പഠിച്ചവന്ന് സൽക്കർമ്മമായിട്ട് സ്വീകരിക്കട്ടെ എന്ന ദുആയോടുകൂടി എൻ്റെ ചെറിയ വാക്കുകൾ നേരത്തെ പോകാൻ എനിക്ക് സമ്മതം തന്നതിന് പ്രത്യേകമായിട്ടും നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. താങ്ക് യു സർ. ബഹുമാന്യരായ ET മുഹമ്മദ് ബഷീർ സാഹിബിന് ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പിന്റെ സ്നേഹോപഹാരം സമ്മാനിക്കുന്നു. CKM ഷാഫി സഖാഫി, പ്രസിഡന്റ് SSF മലപ്പുറം ഈസ്റ്റ്, ഇരുവരെയും ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷ ഭാഷണം CM മൗലവി വാഴക്കാട്, ചെയർമാൻ സ്വാഗത സംഘം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വാഴക്കാട്, ചീക്കോട്, മുതുവല്ലൂർ 3 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന സംഘടനയുടെ 48 യൂണിറ്റുകളിൽ മുസ്ലിം, ഹിന്ദു, ജാതി മത ഭേദമന്യേ ആണുങ്ങളും പെണ്ണുങ്ങളും മൊത്തത്തിൽ, അതുപോലെ വ്യാപാരികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ വ്യാപാരികൾ നേതാക്കൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികൾ, നമ്മുടെ അംഗീകൃത എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളുണ്ട്. എല്ലാവർക്കും പ്രസംഗിക്കാൻ ചാൻസ് ഉണ്ടാവില്ല എന്ന് ആദ്യമേ ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും നിങ്ങൾ അതിഥികളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇവരെല്ലാം ഒറ്റ നോട്ടത്തിൽ ഏറ്റെടുത്ത നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ഭക്ഷണം, അതേമാതിരി താമസ സൗകര്യങ്ങൾ 2-3 സമയം 3 ദിവസത്തോളം എല്ലാവരും ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത എടവണ്ണപ്പാറയിൽ സാധാരണയിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് പോലും ഈ 3 ദിവസം ഉണ്ടായിട്ടില്ല. എന്തേ കാരണം? നമ്മുടെ വളരെ നിയന്ത്രണവും. അതുപോലെ വ്യാപാരി വ്യവസായിയുടെ കുഞ്ഞൊക്കെ പറഞ്ഞത് നമുക്ക് സ്റ്റേറ്റ് മത്സരം ഇങ്ങോട്ട് വെക്കണമെന്നാണ്. മഞ്ചേരിക്കാർ തൈരാണ് ഞങ്ങൾ ഏറ്റെടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാ ആളുകളും നമ്മൾ ഏറ്റെടുത്ത ഒരു പരിപാടിയാണ് ഇദ്ദേഹത്തിന് നിങ്ങൾ ഉറപ്പെടുത്തുകയാണ്. ഇതിൽ 2 വിഷയങ്ങൾ മാത്രം ഉണർത്തി ഞാൻ അവസാനിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഈ സ്ഥലം അനുവദിച്ചു തന്ന എടവണ്ണപ്പാറയുടെ ഹൃദയ ഭാഗത്ത് ഇത്രയും വിശാലമായ സ്ഥലം തന്ന നമ്മളെ കൊണ്ടോട്ടി അഷ്റഫ് ഹാജി, അതേമാതിരി നമ്മളെ ഇളമരം മാനുകാക്കയുടെ മകനും TT ഉസ്താദിൻ്റെ അരുമ ശിഷ്യനുമായ ഹമീദ് മുസ്ലിയാർ, ഇടയ്ക്ക് അല്പം സുഖമില്ലായിരുന്നു, സദസ്സിൽ കാണുന്ന എനിക്ക് തോന്നുന്നത്. അള്ളാഹു തആല പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഉൾപ്പെടെയുള്ള 5-6 ആളുകളാണ് ഈ സ്ഥലം നമുക്ക് അവർ മാസങ്ങൾക്ക് മുമ്പ് അനുവദിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ഈ നഗരിയുടെ തൊട്ടപ്പുറമുള്ള നമ്മുടെ 12 വേദികളിലായിരുന്നു നമ്മുടെ മത്സരം നടന്നിരുന്നത്. തൊട്ടടുത്ത അപ്പുറത്തെ വേദി നമ്മുടെ കാക്കാട് മുജീബ് അവൻ്റെ കെയർ ഓഫിലുള്ള, അവിടെ അവർ പണിയൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ നമ്മുടെ സാഹിത്യോത്സവ് കഴിഞ്ഞതിൻ്റെ ശേഷം ബിൽഡിംഗ് ആവാമെന്നാണ് വിചാരിച്ചത്. അതുപോലെ പ്രിയപ്പെട്ട എടവണ്ണപ്പാറയുടെ പ്രാസ്ഥാനിക കുടുംബത്തിൽ YP മുഹമ്മദ് അലി ഹാജി നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങിലായിരുന്നു നമ്മുടെ 2 വേദികൾ സജീവമായി നടന്നിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല YPയുടെ പരലോകം വളരെ ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ ഒരു 2 മാസത്തോളം നമ്മുടെ സ്വാസംഘ ഓഫീസ് പ്രവർത്തിച്ച സാഹിത്യ കോലായി എന്ന പേരിൽ ഒപ്പിച്ച എടവണ്ണപ്പാറയുടെ നമ്മുടെ റഷീദിയ അറബി കോളേജ് ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെയും അടൂർ പറമ്പിലെ കാരണവന്മാരുന്ന ചെറിയാപ്പു ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ മകൻ കുഞ്ഞുട്ടിയും, അതുപോലെ കൊളമ്പലം വള്ളിശ്ശേരി ബിച്ചാപ്പു ഹാജിയുടെയും ബില്ലിങ്ങാണ് നമ്മുടെ 2 മാസക്കാലത്തോളം ഒരു പൈസയും ഫീസൊന്നും വാങ്ങാതെ
അത് കുഞ്ഞുട്ടി തരുമ്പോൾ തന്നെ പറഞ്ഞത് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. അള്ളാഹു ആ ചെറിയാപ്പു ഹാജിക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ബിച്ചാപ്പു ഹാജിയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു തആല തുടരെ. പിന്നീട് ഭക്ഷണങ്ങൾ അൽഹംദുലില്ലാ ഒരാൾ പോലും വേദിയുള്ളവർ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ ചീക്കോടുള്ള നമ്മുടെ ഒരു മുഹമ്മദ് ഹാജി, നമ്മുടെ സുഹൃത്ത്, രാത്രിയുള്ള 1000-ഓളം കുട്ടികൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏൽക്കുകയും ഞങ്ങൾ ഇവിടുന്ന് വെച്ചോളാന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വെച്ച് എൻ്റെ ഭാര്യയും ഞാനും ഉൾപ്പെടെ ഭക്ഷണം വെച്ച് അത് വേവിച്ച് നിങ്ങൾക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തിച്ചതാണ് വെള്ളിയാഴ്ച രാത്രിയിൽ. അതുപോലെ ഈ വെള്ളിയാഴ്ച മുതൽ ഇപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ എണ്ണക്കടികൾ, അതേപോലെ രാവിലെയുള്ള പത്തിരികൾ. അത് നമ്മളെ ഈ 3 പഞ്ചായത്തുകളിലെ നമ്മുടെ സഹോദരിമാർ അവരുടെ വീടുകളിൽ നിർമ്മിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിന്, മക്കൾക്ക് മാത്രമല്ല എടവണ്ണപ്പാറയിലുള്ള മൊത്തം എല്ലാവർക്കും നമ്മൾ ഈ 3 വർഷവും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരാളെയും മടക്കാതെ ഭക്ഷണത്തിന് MC മാളിലേക്ക് വന്ന എല്ലാ ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണവും കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി നമ്മളെ പാരിസ് ബാവ അതിൻ്റെ ഹോട്ടലിൽ നമ്മളെ വിശിഷ്ട അതിഥി അടക്കമുള്ള ആളുകൾ ഇതുവരെ താമസിച്ചിരുന്നത്. നമ്മളെ പാരിസ് ബാബയുടെ റൂമുകളൊക്കെ, അതിൻ്റെ വാടക കൊടുക്കുന്ന റൂമുകളൊക്കെ ഈ 3 ദിവസവും നമുക്ക് ഒഴിഞ്ഞു തരികയും മാത്രമല്ല നമ്മൾ ബാത്റൂമായി ഉപയോഗിച്ചത് പോലും ഹോട്ടലിലെ ബാത്റൂമായിരുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ അതേമാതിരി തൊട്ടടുത്ത് അപ്പുറത്തുള്ള MC മാൾ അതിൻ്റെ 2-3 നിലകളും അൽഹംദുലില്ലാ നമ്മൾ ഉപയോഗപ്പെടുത്തി. അതുപോലെ ഈ പരിസരത്തുള്ള എല്ലാ ഇതിലും അതിലൊക്കെ ഉപരിയായി ഒന്നും കൂടി നിർത്തുകയാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് യൂണിറ്റുകളിൽ നിന്ന് ഒരു 10,000 രൂപ തരണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ യൂണിറ്റിലെ ആളുകളും അത് അധികവും തന്നവർ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ യൂണിറ്റ് ഹൈന്ദവ സുഹൃത്തുക്കളാണ്. അവർക്ക് ഈ സാഹിത്യോത്സവം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അനന്തായർ അതായത് വിളയിലൊക്കെ ഉള്ള പിരിവാരത്തിന് അവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ സംഭവമാക്കി അവർ ഏറ്റെടുക്കുകയും നമ്മുടെ ഈ എല്ലാ നമ്മുടെ 48 യൂണിറ്റുകളിലും ഇതിൻ്റെ പ്രചരണം നല്ല രീതിയിൽ നടന്നു. അൽഹംദുലില്ലാ അവരെല്ലാവരും അവിടെ സഹകരിച്ച അവിടുത്തെ ഉമ്മമാർ, അമ്മമാർ, നമ്മുടെ സഹോദരിമാർ, എല്ലാ ആളുകൾക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നത് കൂടെ അവർക്ക് എല്ലാവർക്കും ദുന്യവിയിലും അതുപോലെ നമ്മളെ ആളുകൾ ഉഖ്റവിയിലൊക്കെ നല്ല വിജയവും അവരുടെ ബിസിനസ്, അവരുടെ ഏർപ്പാടുകൾ, അവരുടെ മക്കൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിലൊക്കെ വലിയ ബർക്കത്ത് അള്ളാഹു ചെയ്യുമാറാകട്ടെ. വിവിധങ്ങളായ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവർ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ സൗദിയിലെ തായിഫ് ICF കമ്മിറ്റിയുടെ വകയാണ് ഈ 3 ദിവസങ്ങളിലും നമുക്ക് കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ബോട്ടിൽ കുട്ടികളൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് കുടിക്കാം ഇൻഷാ അല്ലാഹ്. അവരാണ് നമുക്ക് ഈ വെള്ളം വിതരണം ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ എടവണ്ണപ്പാറയിലെ നമ്മുടെ പ്രസ്ഥാനത്തിനും എല്ലാവർക്കും എന്നും താങ്ങും തണലുമായ മുഹമ്മദ് കുഞ്ഞു ഹാജി, അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട പിതാവ്, മാതാവ്, അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർ, അതേമാതിരി സഹോദരി, എല്ലാവർക്കും കുഞ്ഞാജി എപ്പോഴും കാശ് തരുമ്പോൾ പറയല് മരിക്കപ്പെട്ട ആളുകൾക്ക് പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ്. എത്രയാണെങ്കിലും കീസയുടെ മുന്നിൽ നിന്ന് തരാന്ന് പറഞ്ഞ പരിപാടിയില്ല, പൈസ ചോദിക്കുമ്പോൾ കീസയിൽ നിന്ന് എടുക്കുക, ഇങ്ങോട്ട് തരിക. ഇതാണ് കുഞ്ഞാജിയുടെ പ്രകൃതിയിലുള്ള സ്വഭാവം. ഇങ്ങനെ അൽഹംദുലില്ലാഹ് ഉപസംഹരിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും എല്ലാ യൂണിറ്റുകളെയും കിടന്ന് രോഗിയായി കിടക്കുന്ന ആളുകൾ ഇങ്ങോട്ട് കാശ് കൊടുത്തയച്ചിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ നമ്മളെ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ചെറിയൊരു ദുആ നടക്കും. നമ്മുടെ പരിപാടി ഭംഗിയായി കിടക്കും. അതുകൊണ്ട് ഇവിടെ സദസ്സിൽ പങ്കെടുത്ത പിന്നെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് താമസ സൗകര്യം ഒരുക്കിയത് നമ്മളെ കുട്ടികൾക്ക് നമ്മളെ ജലാലിയ സ്കൂള്
പിന്നെ മാനേജർ നമ്മളെ ആളുകൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അവിടെ ആ കുട്ടികൾ ഇന്ന് ചോദിച്ചത് 2 ദിവസം കൂടി ഞങ്ങൾ അവിടെ നിന്നാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം പരിപാടി കഴിഞ്ഞാലും ഓൽക്കാണ് പോകാൻ. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ പ്രവർത്തകരുടെ സഹായത്താൽ വലിയ സൗകര്യങ്ങൾ, നമ്മുടെ വെള്ളപ്പൊക്കം അതേമാതിരി പ്രളയങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ വാഴക്കാട് പഞ്ചായത്തിലെയും ചീക്കോട് പഞ്ചായത്തിലൊക്കെ ഒരുപാട് ആളുകൾക്ക് അഭയം നൽകിയ നമ്മുടെ സ്ഥാപനമാണ് ജലാലിയ സ്കൂൾ. നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. രാഷ്ട്രീയ പ്രതികളൊക്കെ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളാണ്, അതൊരു എയ്ഡഡ് സ്കൂളിന് വേണ്ടി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് ആ സന്ദർഭമായി ഉണർത്തുകയാണ്. അതുപോലെ നമ്മുടെ ദാറുൽ അമാൻ നമ്മുടെ കുട്ടികൾ അതേമാതിരി അവിടെയും കുട്ടികൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. അവിടെ സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇനി തുടങ്ങി എല്ലാ ആളുകൾക്കും ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്നു. പിന്നെ ഈ സ്ഥലത്തിൻ്റെ സ്റ്റേജിൻ്റെ കാശ് നമുക്ക് അനുവദിച്ചു തന്നത് നമുക്കറിയാം പഴയകാല കോൺഗ്രസ് നേതാവും അതിലൊക്കെ ഉപരിയായിട്ട് മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ഒന്നാമത്തെ സ്നേഹിതനും മുഹിബുമായി എത്രയാണെങ്കിലും ചോദിച്ചാൽ അത്രയും കാശുകൾ മർക്കസിലേക്ക് കൊടുത്തയക്കുന്ന നമ്മുടെ MC മൂസാജിയുടെ മകൻ AC മൂസാജിയുടെ മകൻ മൻസൂറാണ് നമ്മൾ ഇതിൻ്റെ കാശ്. നല്ലൊരു സംഖ്യ ഉണ്ട്. നിങ്ങൾ സ്റ്റേജിൻ്റെ കാശ് എന്ന് പറയുമ്പോൾ വിചാരിച്ചു ചെറിയ സംഖ്യ അല്ല, നല്ല സംഖ്യ തന്നെ മൻസൂർ തന്നിട്ടുണ്ട്. അത് സ്വീകരിക്കുമാറാകട്ടെ. കുടുംബത്തിന് മരിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന എല്ലാ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ജില്ലയിലെ എല്ലാ നേതാക്കളും, SJM, SMA, മുസ്ലിം ജമാഅത്ത്, നമ്മളെ ജില്ലാ സെക്രട്ടറിമാരെ KP ജമാൽ അടക്കമുള്ള എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് KP ജമാലോടെ പറഞ്ഞ് ജില്ല സ്റ്റേറ്റ് എടുത്ത് തരുന്നുണ്ടോന്നല്ലോ, തരാൻ കഴിയില്ലെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളെ പരിസരങ്ങളുള്ള വ്യാപാരികൾ അൽഹംദുലില്ലാഹ് നമ്മളെ അങ്ങാടികളിലൊക്കെ നമ്മൾ ഓണ് വെച്ചിരുന്നു. എല്ലാ ഒരു പ്രശ്നവും എല്ലാവരും അവർ ആദ്യ മുന്നേടി ഓർഡർ തന്നതാ, നമ്മൾ എവിടെയും വെച്ചോളുന്നില്ലേ. അപ്പോൾ അതേമാതിരി എല്ലാവരും നമ്മൾ വിളിച്ചിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും അതേമാതിരി തന്നെ വ്യാപാരികൾ, വ്യവസായികൾ. കഴിഞ്ഞ ദിവസം നമ്മൾ വ്യാപാരികളെ മാത്രം യോഗം വിളിച്ചപ്പോൾ എന്തൊക്കെ വിഷയമാണ് അവർ പങ്കുവെച്ചത് എന്നുള്ളത് അത്ഭുതകരമാണ്. അള്ളാഹു അവരെ കച്ചവടങ്ങളിലൊക്കെ നല്ല പുരോഗതി നൽകുമാറാകട്ടെ. എന്തെങ്കിലും അടുത്ത സ്റ്റേറ്റിലൊക്കെ നമുക്ക് ഇപ്പം ഉള്ളി 10-15 കിലോ വാങ്ങിയിട്ടുള്ളൂ, ചാക്ക് വാങ്ങണമെങ്കിൽ അത് നല്ല കച്ചവടം നടക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഞാൻ നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ വളണ്ടിയേഴ്സ് 3 ദിവസം ഓട്ടോ തൊഴിലാളിമാർ വണ്ടിയോടെ നിർത്തിയിട്ടാണ് 3 ദിവസം ഇവിടെയാണ്. അതുപോലെ കച്ചവട പീടികയിൽ പോകുന്ന ആളുകൾ ശനിയാഴ്ച ലീവ് കൊടുത്തതാ, അല്ല വ്യാഴാഴ്ച 3 ദിവസം ഞങ്ങളുണ്ടാവുകയില്ല, ഞങ്ങൾ സാഹിത്യോത്സവിൻ്റെ വേദിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നിത്യ ജോലിക്ക് പോകുന്ന നമ്മുടെ പ്രവർത്തകന്മാർ മാത്രമല്ല എല്ലാവരും ഉണ്ട്. എല്ലാവരും ചോറ് വിളമ്പാനും വെക്കാനും വെച്ചാനും ഒക്കെ ഇവിടെ എത്തിയിട്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് പേരും ഇൻഷാ അല്ലാഹ് സ്വാസംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇത് വന്ന നിങ്ങളെല്ലാവർക്കും നമ്മുടെ ഉദ്ഘാടന സെക്ഷനൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ നാട്ടിലൊക്കെ എത്തു. അതുപോലെ നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാത്രമല്ല ആ പുറത്തൊക്കെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രവർത്തകന്മാരുണ്ട്, എല്ലാ വിഭാഗം ആളുകളുണ്ട്. പിന്നെ മുസ്ലിമൊന്നും ആരും വ്യത്യാസമില്ല നമ്മുടെ പരിപാടിയിലുണ്ട്. എല്ലാവരെയും ക്ഷണിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രതീക്ഷകളുടെ ആഘോഷത്തിന് നിറമേറുന്നു ഡോക്ടർ പരകാല പ്രഭാകർ. രാജ്യത്തെ പ്രതിസ്വരങ്ങളുടെ മുൻനിരയിലുള്ള മനുഷ്യൻ. 31ാമത് എഡിഷൻ SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിന്റെ സമാപന സംഗമം ഉദ്ഘാടനം നിർവഹിക്കുന്നു. സ്നേഹാദരങ്ങളോടെ സ്വാഗതം. It is with great honor and pleasure that we invite Dr. Paragala Prabhakar to inaugurate the 31st edition of Malappuram East District Sahityotsav, a festival of hope. Dr. Paragala Prabhakar is a distinguished Indian political economist and respected social commemorator who has significantly contributed to public discourse in India.
His illustrious academic journey began at Jawaharlal Nehru University and continued at the prestigious London School of Economics. He served as a communications advisor in the government of Andhra Pradesh from July 2014 to June 2018, holding cabinet rank. We believe that Dr. Prabhakar's presence will greatly enrich our event, offering valuable insights and speaking meaningful discussions. With great respect, we invite Dr. Padagala Prabhakar to the podium. Sir, please. Respected dignitaries on the dais and elders in the meeting, Assalamu alaikum. There are many youngsters in the hall. May God bless them all. I'm extremely happy to be here in the Sahityotsav, organized by the SSF. My special compliments to the organizers of this Sahitya Utsav for this great celebration. I have been coming to Kerala quite often these days. So much so, I am able to understand a bit of Malayalam. If you speak, I can understand. But if I speak Malayalam, you won't understand. Therefore, please give me permission to speak in English. Is that okay? Thank you. This is a festival of hope. And when I see you all, my hope has gone up. There is a lot of hope in this place. There is a lot of hope in what you're doing. And we are going through a very difficult political and economic situation. I will tell you the nature of the difficulties that we face today. Because there is no point in being just hopeful without understanding the reality. We have to understand the reality, and whatever may be the difficulty, it is important for us not to lose hope, and we have to do what is necessary for us to do. Because there are many youngsters here,
I want to tell you what is the economic situation in the country today. In India, we have a very serious unemployment problem, especially among the youth. Youth unemployment in India is one of the highest in the world. Recently, there was a ILO report which said of all the unemployed people in the country, 83% are young people. And of that young people, 63% are educated. Of the total labor force, 24% is young unemployed. 24% of our youth have no jobs. If I say 24%, 83%, 63%, it may not really mean anything. Therefore, I will give you one small example. In 2022, January, there was a railway advertisement for jobs. The number of jobs that were advertised was 35,000. How much? 35,000. Can you guess the number of applicants? The number of applicants was 1,25 lakhs. 1,25 lakh applications for 35,000 jobs. You can imagine how serious is the unemployment situation. The government tells you that there is not much of a problem. And they will also give you data. They will also give you numbers, percentages. I will tell you what kind of a trick the government plays. If somebody doesn't have a job, you call that person unemployed person, isn't it? If they don't have a job, they're unemployed. But according to government, if a person gets 1 hour employment or job, 1 hour per week, 1 hour per week, they consider that person as employed. So 1 hour of work a week or 30 hours of work in a month, a person is employed. Can you imagine with 1 hour what anybody can earn? 1 hour a week. It's impossible to forget about anything else. It's impossible to live even for that person. But the government considers them as employed and tells you unemployment is very low. This government is a very peculiar government. There is a lot of difference between this government and earlier governments.
I will give you one more example. Sir, earlier, 1 kilometer of a 4-lane road is 1 kilometer of a 4-lane road. In this government now, 1 kilometer of a 4-lane road is 4 kilometers. Therefore, if earlier governments built 10 kilometers of 4-lane road, it is 10 kilometers. Now it is 40 kilometers. Therefore, this government goes on telling you, we are making 4 times more progress. You know how? By changing the measurement. 1 kilometer is 4 kilometers now. And somebody who gets 1 hour work in a week is employed. Therefore, unemployment rate is low and progress is very high. This is what the government is doing. Recently, a Paris-based, very credible, important economic group has come out with a finding, World Inequality Lab, headed by a very eminent economist called Thomas Piketty. They said, inequality in India is at an all-time high. Not even during the British, we had so much of inequality. Inequality is such that 1% of the country's population is cornering 20% of the country's income. 1% of the country's population is owning 20% of the country's wealth. I don't have to tell you much about anything of inequality and the kind of wealth that is there in some very few people's hands, except reminding you of a recent wedding. Now you can understand what kind of inequality we have. Some estimates are 5,000 crores were spent on just one wedding, and many hundreds of crores were spent on pre-wedding. Before the wedding also, a lot of money was spent. So that is the kind of economic situation we have. What is the political situation? Sir, this is the first ever time in our country's history that not a single person from the largest minority in this country has a place in the country's central cabinet. Never it happened. First time. Not a single member in the cabinet, not a single member in the Council of Ministers, not a single member in the ruling party's Lok Sabha, parliamentary party, not a single member in the ruling party's Rajya Sabha parliamentary party, not a single member in the largest state of India, Uttar Pradesh legislative party, not a single member in Gujarat ruling party's legislative party,
And till recently, when in Karnataka there was a BJP government, not a single person belonging to the largest minority in India found a place in their legislature party. Forget about cabinet. Not only there was not a single member in the legislative party, not a single person was even given a ticket. So there is a lot of discrimination politically by the ruling party deliberately. It is okay if tickets were given and some people lost the election, it's okay. But even to give ticket, the current ruling party is not willing. In addition, you have lynchings, you have mob violence, you have calls for genocide. There are Swamijis who call for keeping arms, swords at home. There are government orders asking shop owners to display names. This is the kind of political, social, economic discrimination that is happening today in this country. Unemployment is very high and discrimination is also very high. This is one aspect of it. What kind of an India do we want? I want all the youngsters who are sitting here to understand the challenge. Because people who are sitting here like me, we won't be around for long. Maybe 10 years, 15 years, 20 years, 30 years. He's looking very healthy, he'll be there for another 40 years. But most of us are going to be there for only a few years more. But you people are going to be here for a long time. Therefore, I want you to understand what is the kind of India that we built, that we wanted. I will give you an example of our Constitution. Our Constitution wanted this country to be secular, to be democratic, to be plural, to be diverse, to be federal, respecting all religions, respecting everybody, and more importantly, our Constitution gave citizenship to everybody who is in this country. Nothing to do with religion. Religion and citizenship are not linked, but this government wants to link religion and citizenship. Please understand this. You know, when the British were leaving the country, they decided to leave, and there was a constituent assembly to make a constitution. And the country was divided into two parts on the basis of religion. Some people wanted Pakistan to be created for Muslims. And country was divided, and there was a lot of violence on both sides of the borders. Lot of dead bodies came from that side and lot of dead bodies went from this side. People from that side came here, although they were very rich there in Lahore, in Karachi, in Rawalpindi, in everywhere. Although they were landlords, rich people, business people, industrialists, they all came with no money, just with what they were wearing. And
when families came running to India, they came, husband, wife, children. By the time they reached India, husband was somewhere else and wife was somewhere else and 2 children were somewhere else and 2 children were somewhere else. They were all living in tents. That was the time when the Constituent Assembly was meeting. And Delhi surrounding areas were all full of refugees. They were living in tents. And people who were part of the Constituent Assembly, they were also part of the government. Pandit Jawaharlal Nehru, Vallabhbhai Patel, Maulana Azad, Rajagopalachari, and many other people. They were discharging the government responsibilities and going into the Constituent Assembly. And when they were going, they saw all these people. They all used to come to them and say, look, this is what was done to us. I lost my hand, I lost my eye, I lost my foot, I lost my leg. There was violence. I lost my father, I lost my mother, I lost my uncle, I lost my children. They were all killed. So when Muslims are establishing Pakistan, we should establish a country for Hindus. That's what people used to tell them. The country was in chaos. There was bloodshed. There was violence everywhere. People were crying. They were shouting. They were in pain. But our leaders, Nehru, Patel, Azad, Rajagopalachari, and people like that, they used to see all these people, listen to all these cries, go into the Constituent Assembly, sit there, and they said, this country belongs to everybody, not just Hindus. And a lot of forefathers, your forefathers, they remained in this country saying, this is my country. Let there be a Muslim country somewhere, we don't care. Hindustan, India is our country. That is why this country and citizenship is not based on religion. It is based on our faith in India. But this government is trying to cut that and tell you, Arey, go to Pakistan. You don't belong here. What are you talking? You are a different religion. This country belongs to Hindus. That's what these people are trying to say. So this is the challenge. The hope is 2024 elections gave a slap to this government. Gave a slap to people who talked about division, who talked about discrimination, who talked about you are different and I am different. This country is mine, not yours. Those people were taught a lesson, not fully, but a large number of people have said, even in Ayodhya, they said, ye nahi chalega. This is not what we believe in. In Faizabad also people said, no, get out from here. That is India. That is the hope. That this country belongs to everybody, not discriminating anybody on the basis of religion. Our discrimination, if at all there has to be a discrimination, that is, do you love India or you don't love India? Do you support India or you don't support India? That is the only thing. We all belong to this place. It is ours. It is not anybody's on the basis of religion, on the basis of caste, on the basis of region, on the basis of gender, on the basis of anything else. It is, we are born here and it is our country. That is the thing. Now,
what is it that young people should do now? And that is the reason why India supported everybody in the world, whoever is oppressed, be it Palestine, be it South Africa, be it black population, anybody was supported by India. Now the challenge is, people who are working against these fundamental principles of our constitution, there is an army working. There is an army working against secularism. There is an army working against plurality. There is an army working against tolerance. There is an army working against democracy. I want you to ask a question to yourselves. Is there an army working to support the constitutional values? Is there an army working to defend secularism, pluralism, liberalism, democracy? Is there an army? Yes, we are. Okay. Those who are sitting in front of you, they are. Sir, if you are an army, then I have a hope. Yes, we are still. But please understand that a collection of people is a crowd. Okay. We are not a crowd. If they're organized, they're a team. If they're trained, they're an army. So we have to, young people will have to be made into an army to defend secular values, diverse values, federal values, tolerance values. That is the hope. Now, if all of you tell me that you are an army to defend the Constitution, there is hope. Who said yes? I heard a little boy's voice here. Where? Put up your hand. Wonderful. Yes. Then there is hope. Please don't think that things will be all right. No. We have to make them all right. We have to take India's fate into our own hands and make India secular again. Make India democratic again. Make India liberal again. Make India federal again. Make India tolerant again. Make India diverse again. Make India respect everybody. Make India to be aware that its citizenship is not based on religion. It is based on our birth here. Make India an India that belongs to everybody. Can I leave this place with that hope? Are you all giving me a hope that you are going to be an army defending the Constitution of India? Great. Thank you very much. Thanks, sir. Thanks a lot. Thank you, sir. In this festival of hope, Punmula Muhyiddin Kuttibaqvi Ustad, Samasta Central Mushawara member, is awarding the token of love to our prestigious guest, Dr. Padagala Prabhakar. Sir, please. അല്ലാഹു അക്ബർ. പ്രതീക്ഷയുടെ വർണ്ണരാജികൾ സംസാരിക്കുന്നു CN ജാഫർ സ്വാദിഖ്, സെക്രട്ടറി SSF ഇന്ത്യ.
എമിലി ഡിക്കൻസിൻ്റെ മനോഹരമായൊരു കവിതയുണ്ട് പ്രതീക്ഷയെക്കുറിച്ച്. പ്രതീക്ഷയൊരു തൂവൽ പോലെയാണ്. അത് വാക്കുകളില്ലാതെ അനന്തമായി പാടിക്കൊണ്ടേയിരിക്കും, അത് ആത്മാവിനെ തൊടും എന്നാണ് ഡിക്കൻസ് പറഞ്ഞു വെക്കുന്നത്. പ്രതീക്ഷയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ഇരുണ്ട കാലത്ത് നമുക്ക് ചെയ്യുവാനുള്ള ദൗത്യം. പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന ഇരുണ്ട കാലം സംജാതമായാൽ ദാന്തയുടെ ഡിവൈൻ കോമഡിയിലെ നരകവാതിൽക്കൽ എഴുതി വച്ചിട്ടുള്ള ഇവിടെ പ്രതീക്ഷയുടെ കണിക പോലും ശേഷിക്കുന്നില്ല എന്ന വാക്യം ഓർമ്മിപ്പിക്കും വിധം പ്രതീക്ഷയില്ലാത്ത മനുഷ്യർ നാടിനെ നരകമാക്കി തീർക്കും. ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന കൃതിയിൽ ആൻറ്റി എന്ന് പറയുന്ന കഥാപാത്രം മുറിവേറ്റ് കിടക്കുമ്പോഴും ആകാശത്തെ, മനോഹരമായ നീലാകാശത്തെ കണ്ട് വേദനകൾ മറക്കുന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ട്. ഫയദോർ ദസ്തയോവ്സ്കി പറഞ്ഞു വച്ചിട്ടുണ്ട്, രണ്ടുപേർ ഒരുമിച്ച് കരഞ്ഞ് ഒരുമിച്ച് സ്വപ്നം കാണുമ്പോൾ ഒരു പുതിയ ലോകം പിറക്കുന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമുക്കൊരു പുതിയ കാലത്തെ സൃഷ്ടിക്കണം. പുതിയൊരു ലോകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് നാം. ലോകം ഇരുട്ടിൻ്റെ അഗാധതയിലേക്ക് കണ്ടുപോകുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനുമപ്പുറത്തെ വെളിച്ചത്തിൻ്റെ വർണ്ണരാജികളെ നമുക്ക് തീർക്കാൻ കഴിയും. ഗസയിലെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുമ്പോൾ ലോക ജനതയൊന്നടങ്കം മൗനം ഭഞ്ജിച്ചപ്പോൾ മൗന സൗധത്തിൽ എങ്ങനെ ചീഞ്ഞു നാറുന്നു എന്ന് KGSന്റെ വരികളെ ഓർമ്മിപ്പിക്കുമാർ ലോകം മൗനം ഭക്ഷിച്ച് ജീവിക്കുമ്പോൾ കാലിഫോർണിയയിൽ നിന്ന്, US സർവകലാശാലകളിൽ നിന്ന് ഒരു ബാനർ ഉയർന്നു. ഗസക്ക് മുറിവേൽക്കുമ്പോൾ ഈ ലോകത്തിന് മുഴുവൻ മുറിവേൽക്കുന്നു എന്നാണ് അവർ വിളിച്ചു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെളുത്തു മെലിഞ്ഞൊരു മനുഷ്യൻ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു ബാനർ ഉയർത്തിപ്പിടിച്ച് വഴിയരികിലൂടെ നടന്നുപോയി. അദ്ദേഹത്തെ ബലിഷ്ഠമായ കരങ്ങളാൽ ചേർത്ത് പിടിച്ച് തടവറയിലേക്ക് ആനയിച്ചു ഇന്ത്യയിലെ പോലീസ്. ആ മനുഷ്യന്റെ പേര് ജാങ് ഡ്രസ് എന്നായിരുന്നു. അദ്ദേഹം നേരത്തെ ആദരണീയനായ പരകാല പ്രഭാകർ സാർ ഓർമ്മപ്പെടുത്തിയ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെ പരിഹരിക്കുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയെ ഇന്ത്യൻ സമൂഹത്തിന് ആവിഷ്കരിച്ച് നൽകിയ, ഈ നാട്ടിലെ ഏറ്റവും താഴെത്തട്ട് ജനതയുടെ, അടിത്തട്ട് ജനതയുടെ കണ്ണീരൊപ്പിയ മനുഷ്യനാണ് ജാങ് ഡ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഒരു ജ്ഞാനവൃദ്ധൻ. ആ ജ്ഞാനവൃദ്ധനെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് കോർത്തു പിടിച്ച് തടവറയിലേക്ക് ആനയിക്കുമ്പോഴും ജാങ് ഡ്രസിന്റെ മുഖത്ത് പ്രതീക്ഷയുടെ പുഞ്ചിരിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ജർമ്മനിയിലെ കിരാതമായ ഫാസിസ്റ്റ് കാലത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അനേകം രചനകളുണ്ട്. അതിലൊന്ന് ഫ്രിഡ്സ് സ്റ്റേണിൻ്റെതാണ്. ഫ്രിഡ്സ് സ്റ്റേൺ ജർമ്മനിയുടെ ആ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, ജർമ്മനിയുടെ ആ കാലം സംഭവിച്ചത് അവിടെയുള്ള മോശം മനുഷ്യരെ കൊണ്ടായിരുന്നില്ല, നല്ല അനേകം മനുഷ്യരുടെ മൗനം കൊണ്ടായിരുന്നു. നല്ല മനുഷ്യർ മൗനം ദീക്ഷിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് 19-ാം നൂറ്റാണ്ടിലെ ജർമ്മനി എന്ന് സ്റ്റേൺ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കിക്കാലത്ത് മൗനമല്ല ഭക്ഷിക്കേണ്ടത്. നമുക്കിക്കാലത്ത് വേദനകളുടെയും ദുരന്തങ്ങളുടെയും കഥയല്ല നമ്മൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. കുടികൊള്ളുക നമ്മൾ ശക്തിയിലേക്ക്, നമ്മൾ കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക നമ്മൾ ശക്തിയിലേക്ക് എന്ന കവിതയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമ്മുടെ വേദനകളെ കുഴിവെട്ടി മൂടുക, നമുക്ക് ശക്തിയിലേക്ക് കുതികൊള്ളുകണം, നമുക്ക് ശക്തിയിലേക്ക് ഉയർന്നു പോകണം. ഈ ഇരുട്ടിന്റെ കാലത്തെ വെളിച്ചത്തിന്റെ പ്രകാശം കൊണ്ട് നമുക്ക് തട്ടിമാറ്റണം. ലോകത്തിന് വെളിച്ചം പകർന്നത് വിദ്യാർത്ഥികളാണ്. ലോകം അക്ഷമനായിരുന്നപ്പോഴൊക്കെയും, ലോകത്ത് തെറ്റിന്റെയും തിന്മയുടെയും മഹാദംഷ്ട്രകൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെയും ലോകത്തിന് വെളിച്ചം പകർന്നത് കാലിഫോർണിയയിലെ കൊച്ചുകുട്ടികൾ, കാലിഫോർണിയയിലെ ക്യാമ്പസ് വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ച ബാനർ പോലെ ഗാസക്ക് വേണ്ടി ശബ്ദിക്കുവാൻ. ഇന്ത്യ അടിയന്തരാവസ്ഥയിലെ വേദനകളിലേക്ക് കയറി ചെന്നപ്പോൾ ഇന്ത്യയിലെ ക്യാമ്പസുകളാണ് ക്ഷുഭിതമായത്. അമേരിക്കയിലെ ഭരണമാറ്റത്തിന് സാധ്യതയൊരുക്കിയത്. അങ്ങനെ അനേകം യുദ്ധരംഗങ്ങളിൽ നിന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പരത്തിയത് ലോകത്തെ വിദ്യാർത്ഥികളാണ്. പാടിയും പറഞ്ഞും രചിച്ചും വരച്ചുമൊക്കെ
ഇന്ത്യയുടെ മഹോന്നതമായ സംസ്കാരത്തെ, ഇന്ത്യയുടെ ബഹുസ്വരതയെ, ഇന്ത്യയുടെ വൈവിധ്യത്തെ, ഇന്ത്യയുടെ പലമയെ, ഇന്ത്യയുടെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കും. ധാർമ്മികതാ നഷ്ടങ്ങളുടെ വലിയ ലോകത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ഞങ്ങൾ ഈ രാജ്യത്തിന് പ്രതീക്ഷയായി, ഞങ്ങൾ ഈ രാജ്യത്തെ മനുഷ്യർക്ക് മുഴുവൻ പ്രതീക്ഷ പകർന്നുകൊണ്ട് കടന്നു പോകും. ദേശീയ സാഹിത്യോത്സവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയല്ലോ. ദേശീയ സാഹിത്യോത്സവന്റെ ദൗത്യം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ായ മനുഷ്യർക്ക് ആത്മാഭിമാനം പകർന്നു കൊടുക്കുക എന്നതാണ്. ആത്മാഭിമാനമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതാണ്. അവർക്ക് വിജയിക്കുവാനുള്ള വഴികൾ സൃഷ്ടിക്കുക എന്നതാണ്. അത്തരം അനുഭവങ്ങളിലേക്ക് കയറി വരാൻ കൂട്ടുകാരെ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് SSFന്റെ സംസ്ഥാന സാഹിത്യോത്സവ് വരുന്ന ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നുമായി നമ്മുടെ ജില്ലയിലാണ് നടക്കുന്നത്. എല്ലാത്തിലും നമ്മുടെയൊക്കെ കൂട്ടായ്മയുടെ ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വാക്കിത്രയേ ഉള്ളൂ. കുതികൊള്ളുക, ശക്തിയിലേക്ക് നമ്മൾ. ഏത് ഇരുട്ടിനെ വന്നു മൂടിയാലും നിങ്ങൾക്ക് എൻ്റെ പൂക്കളെ ഇറുത്തുമാറ്റാനാകും, എൻ്റെ വസന്തത്തിൻ്റെ വരവിനെ തടയാനാകില്ല എന്ന നെരൂദയുടെ വരികളും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഹിത്യോത്സവിലെ അവസാന മത്സരഫലം ജനറൽ കവാലി. ദി തേർഡ് ലെറ്റർ ബി ഷാഫി CP ടീം നിലമ്പൂർ A grade. സെക്കൻഡ് ലെറ്റർ G മുഹമ്മദ് അബ്ദുൽ ബാരിയും സംഘവും ടീം കൊണ്ടോട്ടി A grade. ആൻഡ് ഗ്രേഡ് ഫസ്റ്റ് ലെറ്റർ L സയ്യിദ് സിനാനും സംഘവും ടീം പുളിക്കൽ A grade. അഭിവാദ്യങ്ങൾ. 31ാമത് എഡിഷൻ സാഹിത്യോത്സവിന്റെ കലാപ്രതിഭ സർഗപ്രതിഭ പ്രഖ്യാപിക്കുന്നു. കലാപ്രതിഭയായി പുളിക്കൽ ഡിവിഷനിൽ നിന്ന് സീനിയർ വിഭാഗത്തിൽ മത്സരിച്ച സിറാജുൽ അൻവർ 32 പോയിന്റുകളോടെ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സർഗപ്രതിഭാ പട്ടം 2 പേര് പങ്കിടുന്നു. ഒന്ന് കൊളത്തൂർ ഡിവിഷനിൽ നിന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരിച്ച സിനാൻ VP. 2 കൊണ്ടോട്ടി ഡിവിഷനിൽ നിന്ന് ക്യാമ്പസ് വിഭാഗത്തിൽ മത്സരിച്ച ഷിബിൻ M. അഭിവാദ്യങ്ങൾ. ക്യാമ്പസ് പ്രൈം പെർഫോമൻസ് അവാർഡ് മഞ്ചേരി വെസ്റ്റ് ഡിവിഷനിലെ NSS ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അറിയുന്നു സാഹിത്യോത്സവിലെ ഫൈനൽ പോയിന്റ് സ്റ്റാറ്റസ്. ടീം എടക്കര 281, കൊളത്തൂർ 329, പെരിന്തൽമണ്ണ 347, എടവണ്ണപ്പാറ 367, നിലമ്പൂർ 371, മലപ്പുറം 474, വണ്ടൂർ 483. 548 പോയിന്റുകളോടെ ടീം മഞ്ചേരി ഈസ്റ്റ് 5ാം സ്ഥാനത്ത്. 642 പോയിന്റുകളോടെ ടീം അരീക്കോട് സാഹിത്യോത്സവിൽ 4ാം സ്ഥാനത്ത്. 643 പോയിന്റുകളോടെ ടീം പുളിക്കൽ സാഹിത്യോത്സവിൽ 3ാം സ്ഥാനത്ത്. 647 പോയിന്റുകളോടെ ടീം കൊണ്ടോട്ടി 2ാമത്. അതിദൂരം 651 പോയിന്റുകളോടെ ടീം മഞ്ചേരി വെസ്റ്റ് സാഹിത്യോത്സവിന്റെ സർഗകിരീടത്തിലേക്ക്.
വേദിയിൽ 32ാമത് എഡിഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവത്തിന് വേദിയാകുന്ന കൊണ്ടോട്ടി ഡിവിഷനിലേക്കുള്ള പതാക കൈമാറുന്നു. എടവണ്ണപ്പാറ ഡിവിഷനിലെ പ്രാസ്ഥാനിക നേതൃത്വം ഏറ്റുവാങ്ങുന്നതിനായി കൊണ്ടോട്ടി ഡിവിഷനിലെ പ്രാസ്ഥാനിക നേതാക്കളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മലനാടിൻ്റെ കലയൊലി കേൾക്കാൻ സ്വാഗതമരുടും കൊണ്ടോട്ടി, പല ദേശത്തിൻ കവിതകളോതാൻ പന്തലൊരുക്കും കൊണ്ടോട്ടി. മലനാടിൻ്റെ കലയൊലി കേൾക്കാൻ സ്വാഗതമരുടും കൊണ്ടോട്ടി, പല ദേശത്തിൻ കവിതകളോതാൻ പന്തലൊരുക്കും കൊണ്ടോട്ടി. മോയിൻകുട്ടി വൈദ്യര മണ്ണിൽ സർഗവസന്തമൊരുങ്ങിടും, സ്വപ്നങ്ങൾ ചിറകേറും വിണ്ണിൽ മനുഷ്യരൊന്നായി പാടിയിടും. മോയിൻകുട്ടി വൈദ്യര മണ്ണിൽ സർഗവസന്തമൊരുങ്ങിടും, സ്വപ്നങ്ങൾ ചിറകേറും വിണ്ണിൽ മനുഷ്യരൊന്നായി പാടിയിടും. കലാപ്രതിഭ, സർഗപ്രതിഭ അവാർഡുകൾ വിതരണം ചെയ്യുന്നു. കലാപ്രതിഭയ്ക്കുള്ള അവാർഡ് നൽകുന്നു അസീസ് ഹാജി പുളിക്കൽ, SMA, മലപ്പുറം ജില്ലാ സെക്രട്ടറി. ഏറ്റുവാങ്ങുന്നതിനായി സിറാജുൽ അൻവറിനെ ക്ഷണിക്കുന്നു. സർഗപ്രതിഭ കൊളത്തൂർ ഡിവിഷനിലെ സിനാൻ BP, കൊണ്ടോട്ടി ഡിവിഷനിലെ ഷിബിൻ M, ഇരുവരെയും ക്ഷണിക്കുന്നു. സർഗപ്രതിഭയ്ക്കുള്ള അവാർഡ് നൽകുന്നു കുഞ്ഞീദ് മുസ്ലിയാർ, SJM, മലപ്പുറം ജില്ലാ പ്രസിഡന്റ്. കലാപ്രതിഭയ്ക്ക് എടവണ്ണപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി നൌഷാദ് വട്ടപ്പാറ ഉപഹാരം നൽകുന്നു. സർഗപ്രതിഭ കൊളത്തൂർ ഡിവിഷനിലെ സിനാൻ BP, കൊണ്ടോട്ടി ഡിവിഷനിലെ ഷിബിൻ M അവാർഡ് നൽകുന്നു കുഞ്ഞീദ് മുസ്ലിയാർ. സർഗപ്രതിഭകൾക്കുള്ള മറ്റൊരു അവാർഡ് വ്യാപാരി വ്യവസായി എടവണ്ണപ്പാറ യൂണിറ്റ് ഫിനാൻസ് സെക്രട്ടറി കുന്നി നിഷ ജ്വല്ലറി നൽകുന്നു. അടുത്തതായി ക്യാമ്പസ് പെർഫോമൻസ് അവാർഡ് നൽകുന്നു കെ തജ്മൽ ഹുസൈൻ, സെക്രട്ടറി SSF കേരള. ക്യാമ്പസ് പെർഫോമൻസ് അവാർഡ് നേടിയ NSS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മഞ്ചേരി ക്ഷണിക്കുന്നു. സാഹിത്യോത്സവിൽ 2ാം സ്ഥാനം 3ാം സ്ഥാനം കരസ്ഥമാക്കിയ പുളിക്കൽ ഡിവിഷനുള്ള ട്രോഫി സമ്മാനിക്കുന്നു. അല്ലാഹു അക്ബർ. 3ാം സ്ഥാനം നേടിയ പുളിക്കൽ ഡിവിഷന് ഉപഹാരം ക്യാമ്പസ് പെർഫോമൻസ് അവാർഡ് സമ്മാനിക്കുന്നു കെ തജ്മൽ ഹുസൈൻ. അവാർഡിന് അർഹനായിരിക്കുന്നു NSS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മഞ്ചേരി. പ്രതീക്ഷകൾ പറഞ്ഞു വെച്ച 31ാമത് എഡിഷൻ SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവം സമാപനത്തിലേക്ക് 3ാം സ്ഥാനം നേടിയ പുളിക്കൽ ഡിവിഷന് ഉപഹാരം സമർപ്പിക്കുന്നു റഹ്മത്തുള്ള സഖാഫി എളമരം, സെക്രട്ടറി SYS കേരള. ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം നേടിയ കൊണ്ടോട്ടി ഡിവിഷനിലെ പ്രതിഭകൾ വേദി 1ന്റെ അരികിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
രണ്ടാം സ്ഥാനം നേടിയ കൊണ്ടോട്ടി ഡിവിഷന് ഉപഹാരം സമർപ്പിക്കുന്നു. CN ജാഫർ സ്വാദിഖ്, സെക്രട്ടറി SSF ഇന്ത്യ. ക്ഷണിക്കുന്നു. സാഹിത്യോത്സവിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മഞ്ചേരി വെസ്റ്റ് ഡിവിഷനിലെ മത്സരാർത്ഥികൾ പ്രധാന വേദിയുടെ അരികിലേക്ക് എത്തിച്ചേരണം. വളരെ വേഗത്തിൽ മഞ്ചേരി വെസ്റ്റ് ഡിവിഷനിലെ മത്സരാർത്ഥികൾ പ്രധാന വേദിയുടെ അരികിലേക്ക് എത്തുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രതീക്ഷകളെ ആഘോഷിച്ച 31ാമത് എഡിഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിൽ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ മഞ്ചേരി വെസ്റ്റ് ഡിവിഷന് അവാർഡ് സമ്മാനിക്കുന്നു. സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമ മുഷാവറാംഗം ബഹുവിന്ദരായ പൊന്മള മുഹിയുദ്ദീൻ കുട്ടി ബാക്കവി ഉസ്താദ്. സാഹിത്യോത്സവിന്റെ വിശിഷ്ടാതിഥി ഡോക്ടർ പരകാല പ്രഭാകർ സാർ. ഇരുവരെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ശ്രദ്ധിക്കുക, ആഹ്ലാദ പ്രകടനങ്ങൾ മഗ്‌രിബ് ജമാഅത്തിന് ശേഷം മാത്രമേ നടത്താവൂ. ആഹ്ലാദ പ്രകടനങ്ങൾ മഗ്‌രിബ് നിസ്കാരാനന്തരം മാത്രമേ നടത്താവൂ. ലൈറ്റ് ആൻഡ് സൗണ്ടിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നു. CM മൗലവി വാഴക്കാട്. സാഹിത്യോത്സവിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അലങ്കരിച്ച ടീമിനുള്ള നീഡ് സൗണ്ട്സിനുള്ള ഉപഹാരം CM മൗലവി വാഴക്കാട്. സാഹിത്യോത്സവ് വേദി ഡെക്കറേഷൻ നിർവഹിച്ച അലിഫ് ഡെക്കറേഷന് ഉപഹാരം സമർപ്പിക്കുന്നു. സെയ്ദ് മുഹമ്മദ് അസ്ഹരി. നീഡ് സൗണ്ട്സിന് CM മൗലവി വാഴക്കാട് ഉപഹാരം സമർപ്പിക്കുന്നു. ഡെക്കറേഷൻ നിർവഹിച്ച അലിഫ് ഡെക്കറേഷൻ ടീമിന് സെയ്ദ് മുഹമ്മദ് അസ്ഹരി അവാർഡ് സമ്മാനിക്കുന്നു. ഇല്ല, ഇവിടെ നിരാശയുടെ ഇരുളുകളില്ല, വെറുപ്പിന്റെ അധമ സഞ്ചാരങ്ങളില്ല. പ്രതീക്ഷയുടെ കിരണങ്ങളെ അന്തരവഹിച്ചു നീങ്ങുന്നു. സ്നേഹത്തിന്റെ പച്ചത്തുരുത്തൊരുങ്ങുന്നു. സാഹിത്യം അതിജീവനത്തിന്റെ വസന്തവേദിയാകുന്നു. 31ാമത് എഡിഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിന് പരിസമാപ്തി. വേദിയിൽ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ 3 ദിവസമായി നമ്മുടെ ഇടവണ്ണപ്പാറയിൽ കടന്നു വരുന്ന SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ് ഇവിടെ സമാപനം കുറിക്കുകയാണ്. സാഹിത്യോത്സവവുമായി സഹകരിച്ച, അതിനെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരെ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഭക്ഷണങ്ങൾ തന്ന, സൗകര്യങ്ങൾ തന്ന, സംവിധാനങ്ങൾ ഒരുക്കി തന്ന, എല്ലാം നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. കൂട്ടത്തിൽ നമ്മുടെ സമസ്ത കേരള സുന്നി യുവജന സംഘം മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ്
ബഹുമാന്യനായ മൊയ്നുദ്ദീൻ സഖാഫി ഉസ്താദ് ചെറിയ പ്രയാസം നേരിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണ ആരോഗ്യം തിരിച്ചു നൽകി സന്തോഷം നൽകുമാറാവട്ടെ. ഈ പരിപാടിയോട് സഹകരിച്ച, സഹായിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും SSFൻ്റെ ജില്ലാ നേതൃത്വം, SYSൻ്റെ മുസ്ലിം ജമാഅത്തിൻ്റെ സമസ്തയുടെ എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഹൃദ്യമായ നന്ദി ആശംസിച്ചുകൊണ്ട് 3 സ്വലാത്തോടെ ഈ സാഹിത്യോത്സവ് അവസാനിച്ചതായി അറിയിക്കുന്നു. ബിഫ്ളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്